ഇന്ന് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന മൈൻറ്റ്യൂൺ എന്ന പ്രസ്ഥാനം പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാം പ്രവർത്തിച്ചിട്ടാണ് നടക്കുന്നതൊക്കെ നമുക്ക് തോന്നും. എന്നാലും ഇതിന്റെ പിറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ സപ്പോർട്ടും അഹോരാത്രമായ പിന്തുണയും പ്രവർത്തനങ്ങളുമുണ്ട്. പലപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ അത് കാണാൻ കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം മനുഷ്യർ തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും അൽഹംദുലില്ലാ ഒരു വലിയ സന്തോഷം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന, എന്നാൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് ബഹുമാനപ്പെട്ട നജീബ് മൂടാടി സർ. സാറിനെ ഈ ഒരു പരിപാടിയിലേക്ക് നമുക്ക് കിട്ടിയെന്ന് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. സാറിന്റെ ഷെഡ്യൂളൊക്കെ ചോദിച്ച് ഒരുപാട് പരിപാടിയും തിരക്കുള്ള ഒരാളാണ്. പക്ഷെ നമ്മുടെ നാട്ടുകാരനാണ്. ഞാൻ സാറിന്റെ അടുത്ത് പോയി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോ അൽഹംദുലില്ലാ 2 കൈയും നീട്ടി നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാളുടെ ഒരു പരിപാടി ഞാനുണ്ട് എന്ന് പറഞ്ഞ് പൂർണ്ണ പിന്തുണ തരികയും, ഞാൻ ഇന്നലെയാണ് പോയിട്ട് പരിപാടി എന്തൊക്കെയാണെന്ന് നേരിട്ട് സംസാരിച്ചത്, ഇതിന്റെ തിരക്കിട്ടിടയിൽ പോകാൻ താല്പര്യം പറ്റിയില്ല. എന്നിട്ട് പോലും നമ്മുടെ ഈ പ്രസ്ഥാനത്തെ കുറിച്ച്, നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം ഒരുപാട് സമയം കേട്ട് മനസ്സിലാക്കി നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ വലിയ ആദരവോടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വലിയ സന്തോഷം. ഏതായാലും ഈ വേദിയിലേക്ക് നമ്മളെ എല്ലാ വിധേനയും മാനസികമായും അല്ലാണ്ടും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നജീബ് മൂടാടി സാറിന്റെ ഈ വേദിയിലേക്ക് ആദ്യം തന്നെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. അൽഹംദുലില്ലാ. മറ്റൊന്ന്, ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന പ്രമുഖരായ 1-2 പേരുടെ ഒന്ന് നമ്മുടെ ലീഗൽ അഡ്വൈസിങ് നിങ്ങൾ കേൾക്കലില്ലേ? മൈൻറ്റ്യൂണിലെ അക്കൗണ്ട് അങ്ങനെയാണ്, ലീഗൽ ഇങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതിന്റെ പിന്നാമ്പുറത്ത് നമുക്ക് വേണ്ടുന്ന ലീഗലായ നിർദ്ദേശങ്ങൾ മുഴുവൻ തരുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു വക്കീലാണ്, അഡ്വക്കേറ്റാണ്. അതോടൊപ്പം നമുക്ക് ഈ ഒരു മൈൻറ്റ്യൂൺ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളരാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മഹലിൽ നമ്മൾ മൈൻറ്റ്യൂണിന്റെ അണ്ടറിൽ അമീറയുടെ ക്യാമ്പൊക്കെ നമ്മൾ നടത്തിയിട്ടില്ലായിരുന്നോ? ആ രീതിയിൽ നമുക്ക് ഒരുപാട് വാതിലുകൾ തുറന്നു തന്ന, ഒരുപക്ഷെ നമ്മൾ വിജയിക്കാൻ നമ്മളെ പോലെ തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുഫി സർ. സാറ് ഒരു മഹലില് സെക്രട്ടറി കൂടിയാണ്. ഇന്നൊരു നിക്കാഹ് ഉണ്ടായിരുന്നു. നമ്മളോടുള്ള ഒരു ആദരവ് സ്നേഹവും കൊണ്ട് മാത്രം ആ നിക്കാഹിനെ തൽക്കാലം ആരെയൊക്കെയോ പിടിച്ചേൽപ്പിച്ച് ഓടിച്ചാടി വന്നതാണ്. സുഫി സാറെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. 3, നമ്മുടെ നാട്ടിലെ തന്നെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടുകാരനാണ്. പല സാമൂഹിക പ്രവർത്തനങ്ങളിലും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് എത്രമാത്രം തിരക്കുണ്ടാകും നമുക്കറിയാമല്ലോ. നോട്ടറി വക്കീലും കൂടിയാണ്. എന്നിട്ടും സാമൂഹിക പ്രവർത്തനങ്ങൾ, ഇന്നിപ്പോ കൊയിലാണ്ടി ഒരു സമരത്തിന്റെ ഇടയിൽ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടതാണ് ബഹുമാനപ്പെട്ട, നമ്മളെപ്പോഴും വളരണം ആഗ്രഹിക്കുന്ന, എപ്പോഴും നമ്മളെ കാണുമ്പോൾ എന്തായി നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് ചോദിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷഹീർ സാറിനെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഇനി നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയ മറ്റൊരു മഹത് വ്യക്തിത്വമാണ് ഈ കൊയിലാണ്ടിയിൽ വലിയ ഒരു ഹൈസ്കൂളാണ് പന്തലായനി ഹൈസ്കൂൾ. നേരത്തെ അത് ഗേൾസ് ഹൈസ്കൂളായിരുന്നു, അത് മിക്സഡ് ആയില്ലേ? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഗേൾസ് ഹൈസ്കൂളായിരുന്നു. നമ്മൾ പറയുന്ന കഥകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ക്ലാസ്സിൽ? ഓക്കെ. എന്നാൽ ആ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. അതിനേക്കാളൊക്കെ ഉപരി സാജി മിസ്സിന്റെ കസിൻ ബ്രദറാണ്. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ വിവിധ തരത്തിലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്ന, വലിയ സാമൂഹിക ധർമ്മബോധത്തോടെ മുന്നോട്ട് വരുന്ന ഒരു വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ലത്തീഫ് സർ. ലത്തീഫ് സാറിനെ ഈ വേദിയിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഇനി സ്വാഗതം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കുറെ ആളുകളിലേക്ക് വരിക. നമ്മുടെ ഈ വേദിയെ ഇത്രയും ധന്യമാക്കിയത് ഒരുപക്ഷെ നിങ്ങളും ഞാനും എല്ലാവരുടെയും സ്വപ്നം നമ്മൾ വളർന്നു വലുതായി വലിയ ആളാവുക എന്നതോടൊപ്പം
നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രക്ഷിതാക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇണയെയും ഒക്കെ ചേർത്ത് പിടിച്ചു വളരാനാണ് നമ്മൾ സ്വപ്നം കണ്ടത്, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് വളരാനാണോ? എല്ലാവരുടെയും ഇത് വലിയ ആളായിട്ട് കാണിക്കാനാണോ? അല്ല, നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചു വളരാനായിരുന്നു നമ്മൾ സ്വപ്നം കണ്ടതല്ലേ? അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ടപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ചില മുഖങ്ങളാണ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. ഒന്ന് മറ്റാരുമല്ല, ബഹുമാന്യരായ എന്റെ ബാപ്പ തന്നെ. ഏതായാലും നജീബ് സി ബാപ്പയെ ഈ വേദിയിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ഒരുപക്ഷെ നമ്മളൊക്കെ വളർന്നു കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച അഹോരാത്രം നമ്മുടെയൊക്കെ ഈ വളർച്ചയുടെ പിന്നിൽ അല്ലേ നമുക്ക് എല്ലാ സപ്പോർട്ടും തന്ന് നമ്മളെ വളർത്തിയ ബാപ്പയെ സ്വാഗതം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അൽഹംദുലില്ലാ, ബാപ്പയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. മറ്റൊന്ന്, ഒരാൾക്ക് രണ്ട് ബാപ്പ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നമ്മളുടെ സ്വന്തം ബാപ്പ, പിന്നെ വൈഫിന്റെ ബാപ്പ ഇല്ലേ? വൈഫിന്റെ ബാപ്പ നമ്മുടെ ബാപ്പ തന്നെയല്ലേ? സാജി മിസ്സിന്റെ ബാപ്പ എന്ന് പറയുന്നില്ല, എന്റെ ബാപ്പ തന്നെയാണ്. ഏതായാലും നമ്മുടെ വളർച്ചയിൽ പ്രത്യേകിച്ചും ഓരോ ഘട്ടങ്ങളിൽ താഴുമ്പോഴും തളരുമ്പോഴും ഒക്കെ നമ്മൾ ഓടിച്ചെന്ന് പറയാറുള്ള ഒരു മുഖമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ബാപ്പ. ഇല്ലോ ഫാദർ ഇല്ലോ ബഹുമാനപ്പെട്ട ഹമീദ് PM ബാപ്പയെ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. അൽഹംദുലില്ലാ. മറ്റൊന്ന്, നമ്മള് വളർച്ചയിൽ ഒരുപാട് എന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എന്റെ വളർച്ചയല്ലല്ലോ, മൈറ്റൂടെ വളർച്ചയാണ് ഈ പറയുന്ന മൊത്തം. മൈറ്റൂടെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ മുഴുവനും. ഞാനെന്താ